നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28-ന് അമേരിക്ക ഇസ്രായേൽ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാവുകയും ചെയ്തതിനെ തുടർന്ന് അമേരിക്കയും ഇസ്രായേലുമായി ഇറാൻ നടത്തിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും സ്വന്തം രാജ്യത്തുള്ളവരെ നിഷ്കരുണം തൂക്കിലേറ്റുന്നത് ഇറാൻ തുടരുകയാണ്. ഇറാനിൽ വീണ്ടും കൂട്ടക്കുരുതി നടത്താൻ ഒരുങ്ങുകയാണ് മതഭരണകൂടം. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ വധശിക്ഷയെ ആയുധമാക്കി മാറ്റാനാണ് അവർ നീക്കം നടത്തുന്നത്. പ്രായഭേദമന്യേ ജയിലിലായിട്ടുള്ള എല്ലാവരെയും കൂട്ടക്കുരുതി നടത്താനാണ് ഇപ്പോൾ ഇറാൻ തുനിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് 18-കാരനായ അമീർ ഹുസൈൻ ഹദാമിയെ തൂക്കിലേറ്റിയത്. പിന്നാലെ കൂടുതൽ പ്രക്ഷോഭകാരികളെ വധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണകൂടമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ ജയിലുകൾ മറ്റൊരു രക്തരൂക്ഷിത കൂട്ടക്കുരുതിക്ക് സാക്ഷ്യം വഹിക്കുമോ എന്ന ഭീതിയിലാണ് മനുഷ്യാവകാശ സംഘടനകൾ. പുറത്ത് മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോഴും സ്വന്തം രാജ്യത്ത് ഉള്ള ആളുകളെ തൂക്കിലേറ്റുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതീവ രഹസ്യമായാണ് ഇറാൻ ഇത്തരത്തിലുള്ള വധശിക്ഷകൾ നടപ്പിലാക്കുന്നത്. നിരോധിത പ്രതിപക്ഷ ഗ്രൂപ്പിൽ അംഗത്വം നേടിയതിനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിനുമാണ് 2 പേരെ ഇന്ന് ഇറാൻ തൂക്കിലേറ്റിയതായി ജുഡീഷ്യറി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. നിരോധിത സംഘടനയായ പീപ്പിൾസ് മുജാഹിദീൻ ഓഫ് ഇറാൻ അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള വധശിക്ഷകളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണിത്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഗ്രൂപ്പിലെ മറ്റു 4 കുറ്റവാളികളെയും ഇത്തരത്തിൽ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ചു കയറി എന്നാരോപിച്ചും അമീർ ഹുസൈൻ ഹദാമിയെ വധിച്ചതിന് പിന്നാലെ വരും ദിവസങ്ങളിൽ ഓരോരുത്തരെയായി തൂക്കിലേറ്റാനാണ് അധികൃതരുടെ പദ്ധതിയെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ മുന്നറിയിപ്പ് നൽകുന്നു. കടുത്ത പീഡനങ്ങളിലൂടെ നിർബന്ധപൂർവം കുറ്റസമ്മതം നടത്തിച്ചാണ് ഈ 18-കാരനായിട്ടുള്ള ഹദാമിക്കെതിരെ വിധി പ്രസ്താവിച്ചതെന്ന ആരോപണവും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹദാമിയോടൊപ്പം ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അമീൻ ബിഗ്ലരി, അലീം ഫഹീദ് തുടങ്ങിയ 4 പേരുടെ വധശിക്ഷയും ഉടൻ നടപ്പിലാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൂടാതെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെട്ട വഹിദ് ബാനി അമരിയൻ അടക്കമുള്ള വിമതരുടെ ജീവനും ഭീഷണിയിലാണ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം നിരവധി വ്യക്തികളെയാണ് ഇതിനോടകം ഇറാൻ തൂക്കിലേറ്റിയിരിക്കുന്നത്. ഈ വർഷം ആദ്യം നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ അലയൊലികൾക്കിടെ ഇസ്രായേലിലും അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ അധികൃതർ വ്യാഴാഴ്ച വധിച്ചിരുന്നു. മാർച്ച് 19-ന് പ്രതിഷേധത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിന് കുറ്റക്കാരായ മറ്റു 3 പേരെയും വധിച്ചു. മാർച്ചിൽ ഇസ്രായേലിലായി ചാരവൃത്തി ആരോപിച്ച് ഇരട്ട ഇറാനിയൻ സ്വീഡിഷ് പൗരനായ കുറൂഷ് കിവാനിയും ഇറാൻ വധിച്ചു. ഇത് സ്റ്റോക്ക്ഹോമിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച മാത്രം 15ഓളം രാഷ്ട്രീയ തടവുകാർക്ക് ഇറാൻ കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭത്തെ ഭയന്നാണ് ഭരണകൂടം ഈ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതെന്നാണ് വിലയിരുത്തൽ. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ മാസം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ മകൻ മുജ്തബ ഖമേനിയാണ് ഇപ്പോൾ അധികാരം കൈയാളുന്നത്. ഒരു ഭരണമാറ്റം ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന ആക്രമണം ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. ജനുവരിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ 10,000-കണക്കിന് ആളുകളെ അടിച്ചമർത്തിയതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികൾ. പുറമേ നിന്നുള്ള സൈനിക സമ്മർദ്ദവും ആഭ്യന്തരമായ എതിർപ്പുകളും ഇറാൻ ഭരണകൂടത്തെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ ഈ സാഹചര്യത്തെ 1988-ലെ ജയിൽ കൂട്ടക്കുരുതിക്ക് സമാനമായ സാഹചര്യമായാണ് വിശേഷിപ്പിക്കുന്നത്. അന്ന് 30,000-ഓളം രാഷ്ട്രീയ തടവുകാരെയാണ് ഇറാൻ കൊന്നൊടുക്കിയത്. അധികാരത്തിൽ തുടരാൻ ജനങ്ങളെ ഭയപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഭരണകൂടം പയറ്റുന്നതെന്നും സംഘടനയുടെ വിദേശകാര്യ സമിതി അധ്യക്ഷൻ മുഹമ്മദ് മൊഹദ്ദീൻ പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച പീപ്പിൾസ് മുജാഹിദീൻ സംഘടനയിൽപ്പെട്ട ബാബക് അലിപൂർ, പുയ ഗുബാദി എന്നിവരെയും രഹസ്യമായി തൂക്കിലേറ്റിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇവരുടെ കുടുംബങ്ങളെ പോലും വിവരം അറിയിക്കാതെയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. ഇതിന് പുറമെ കായിക താരങ്ങളെയും ഭരണകൂടം വെറുതെ വിടുന്നില്ല.
19 വയസ്സുകാരനായ ഗുസ്തി താരം സാലിഹ് മുഹമ്മദിയെയും കഴിഞ്ഞ മാസം പരസ്യമായി തൂക്കിലേറ്റിയതും അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും ഉയർത്തിക്കാട്ടി തുടങ്ങിയ പ്രതിഷേധങ്ങൾ പിന്നീട് ഭരണവിരുദ്ധ സമരമായി മാറുകയായിരുന്നു. ജനുവരിയിൽ നടന്ന സമരത്തിനിടെ 3000 പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ 7000 കടന്നതായും ഇതിൽ 220-ലധികം കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ചില സ്ഥലങ്ങളിലും കൂട്ടക്കുരുതിയാണ് നടന്നതെന്നും ദൃക്സാക്ഷികളും സാക്ഷ്യപ്പെടുത്തുന്നു. സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തടവുകാർ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് മുൻപ് അനുഭവിക്കുന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. കൊടും തണുപ്പത്ത് വിവസ്ത്രരാക്കി നിർത്തുന്നതും അജ്ഞാത രാസവസ്തുക്കൾ കുത്തിവെക്കുന്നതും അടക്കമുള്ള ശരീരത്തിൽ മാരകമായി മുറിവേൽപ്പിക്കുന്ന പീഡന മുറകളാണ് ഇറാനിയൻ ജയിലുകളിൽ അരങ്ങേറുന്നത്. ഭരണകൂട ഭീകരതയെ തുടർന്ന് ജനങ്ങളും ഭരണകൂടവും തമ്മിൽ വലിയൊരു വിടവ് രൂപപ്പെട്ടതായാണ് ഇറാനിലെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഈ കടുത്ത നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തക മിരിയം രജവി ആവശ്യപ്പെട്ടു. ഒരു വിദേശ യുദ്ധത്തിന് നടുവിൽ നിൽക്കുമ്പോഴും സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമായാണ് വെളിപ്പെടുത്തുന്നതെന്നും അവർ പറഞ്ഞു. ഇറാനിലെ റെസിസ്റ്റൻസ് യൂണിറ്റുകൾക്ക് ലഭിക്കുന്ന ജനപിന്തുണ ഭരണകൂടത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. കൊലപാതകങ്ങളും അടിച്ചമർത്തലുകളും കൊണ്ട് പ്രക്ഷോഭങ്ങളെ എത്ര കാലം തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന ചോദ്യം ഇപ്പോൾ ലോകമെങ്ങും ഉയരുന്നുണ്ട്. ഏകാധിപത്യപരമായ ഈ നടപടികൾ ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയിൽ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ് ഇറാനിയൻ ജനത. വധശിക്ഷ നടപ്പാക്കിയ വാർത്ത പുറത്തുവരുന്നതിന് മുമ്പ് നാട് കടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവിയും ചില ചിത്രങ്ങൾ പങ്കുവച്ചു. നിരപരാധികളായ യുവാക്കളെ കൊന്നതിന് ഭരണകൂടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. ഇറാനിലെ രക്തദാഹിയായ ഭരണകൂടം മറ്റൊരു മാപ്പർഹിക്കാത്ത കുറ്റകൃത്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് അദ്ദേഹം എഴുതിയത്. ഈ യുവാക്കൾ ശിക്ഷിക്കപ്പെടുന്നത് അവർ ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് അവർ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഈ ഭരണകൂടത്തിന്റെ വ്യാജ കോടതികൾ നീതി തേടുന്നില്ല, അവർ ഇറാനെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നു, അവർ പരാജയപ്പെടുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഇറാനിയൻ ഭരണകൂടം 11 പേരെ വധിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അവർ തടങ്കലിൽ പീഡനത്തിനും മറ്റു മോശം പെരുമാറ്റത്തിനും വിധേയരായി എന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് വരും ദിവസങ്ങളിൽ ഒരു കൂട്ടക്കുരുതി തന്നെ ഇറാനിയൻ ജയിലുകളിൽ അരങ്ങേറാൻ പോകുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ രഹസ്യമായും പരസ്യമായും നിരവധി ആളുകളെയാണ് ഇറാൻ ഇത്തരത്തിൽ തൂക്കിലേറ്റുന്നത്.